ചാമ്പ്യൻസ് ലീഗിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോരാട്ടമാണ് റയൽ മാഡ്രിഡും ആർസനലും തമ്മിലുള്ള ക്വാർട്ടർ മത്സരം. ക്വാർട്ടറിലെ ആദ്യ ലെഗിൽ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ആർസനൽ റയൽ മാഡ്രിഡുമായി ഏറ്റുമുട്ടുകയാണ്. ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 12:30 ഒരു മൗത്ത് വാട്ടറിംഗ് കോൺടെസ്റ്റ്. ഈ രണ്ട് ടീമുകളെയും സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ രണ്ട് ടീമുകൾക്കും വളരെ നിർണായകമായുള്ള ഒരു മത്സരം തന്നെയാണ് ഫസ്റ്റ് ലെഗ്. കാരണം ഫസ്റ്റ് ലെഗിൽ ആർസനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർസനലിന് സ്വന്തം ഗ്രൗണ്ടിലാണ് മത്സരം. അപ്പോൾ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കി ഒരു അഡ്വാൻറ്റേജ് സൃഷ്ടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ലെഗിൽ സാന്റിയാഗോ ബെർണബിൽ പോകുമ്പോൾ ആർസനലിന് കുറച്ചും കൂടി ഒന്ന് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വരും. അതുമാത്രമല്ല അവരുടെ ഒരു സാധ്യതകൾ അല്പം വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തിരിച്ച് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് റിസൾട്ട് ഫസ്റ്റ് ലെഗിൽ ഒരു ആർസനലിന്റെ ഹോം ഗ്രൗണ്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് അവർക്കും കുറച്ചും കൂടി ഒരു പ്രഷറിലേക്ക് കാര്യങ്ങൾ പോകും. സാന്റിയാഗോ ബെർണബിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് കളിക്കാൻ അവർക്ക് പ്രേരകമാകുക ഫസ്റ്റ് ലെഗിലെ ആ ഒരു പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും. അപ്പോൾ രണ്ട് ടീമിനെയും സംബന്ധിച്ച് ഈ ഒരു മത്സരം എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഒരു പോരാട്ടം വളരെ നിർണായകമാണ്. പിന്നെ ടീമുകളിലേക്ക് വരികയാണ്. ഇപ്പോൾ ആർസനലിനെ സംബന്ധിച്ച് പറയണ അവർ അവസാന മത്സരത്തിൽ പ്രീമിയർ ലീഗിൽ ഒരു നിരാശാജനകമായ സമനില വഴങ്ങേണ്ടി വന്നു. ഗുഡിസൺ പാർക്കിൽ എവർട്ടനെതിരെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റയലിനാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ റയലും വലൻസിയോട് 2-1 പരാജയപ്പെട്ടു. അപ്പോൾ രണ്ട് ടീം ഒരു പോസിറ്റീവ് നോട്ടിലല്ല ചാമ്പ്യൻസ് ലീഗിലെ നിർണായക മത്സരത്തിന് വരുന്നത്. പക്ഷേ ചാമ്പ്യൻസ് ലീഗാണ്, എൻ്റർലി ഡിഫറെൻറ്റ് ബോൾ ഗെയിമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് വെച്ചിട്ട് ടീമുകളെ വിലയിരുത്താൻ സാധിക്കില്ല. പക്ഷേ രണ്ട് ടീമും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിഫൻസിലെ പ്രോബ്ലമാണ്. താരങ്ങളുടെ അഭാവം, പരിക്ക്, ഇതൊക്കെ വലിയ വിഷയം തന്നെയാണ്. ഇപ്പോൾ റയലിലേക്ക് വരികയാണെങ്കിൽ റയലിന് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലവേദന എന്ന് പറയുന്നത് ചൗമേനിക്ക് കളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ചൗമേനി റൂഡിഗർക്കൊപ്പം സെൻട്രൽ ബാക്ക് ആയിട്ട് ഇറങ്ങുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ ചൗമേനിക്ക് സസ്പെൻഷനാണ്. അപ്പോൾ ചൗമേനിക്ക് പകരം റൗൾ അസെൻസിയോയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇപ്പം റയൽ മാഡ്രിഡ് ഉള്ളത്. പിന്നെ റൈറ്റ് ബാക്ക് ആയിട്ട് ലൂക്കാസ് വാസ്കോസ് എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. കാരണം മറ്റൊരു ഓപ്ഷൻ റയൽ മാഡ്രിഡിന് മുമ്പിൽ നിലവിലില്ല. അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം മാർട്ടിനെല്ലിയുടെ ഒരു വേഗതയൊക്കെ ഒരു പരിധിവരെ എങ്ങനെ ലൂക്കാസ് വാസ്കോസ് തടയും അല്ലെങ്കിൽ ആ ഒരു പ്രതിരോധിക്കും എന്നുള്ളതൊരു പ്രോബ്ലം തന്നെയാണ്. കാരണം പലപ്പോഴും ഒരു വീക്ക് ലിങ്കാണ് റയൽ മാഡ്രിഡിലെ ലൂക്കാസ് വാസ്കോസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ വാസ്കോസ് ഈ അതിവേഗ അറ്റാക്കുകളെ, ആർസനലിൻ്റെ അതിവേഗ അറ്റാക്കുകളെ എങ്ങനെ കൗണ്ടർ ചെയ്യും എന്നുള്ളത് പലപ്പോഴും വാൽവർദ്ധയ്ക്കൊക്കെ എഡീഷണൽ ജോബ് ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് പറയാൻ ഫെർലാൻ മെൻഡിക്ക് പരിക്കുണ്ട്. അതൊരു തിരിച്ചടി തന്നെയാണ്. അലാബയാണെങ്കിൽ തിരിച്ചു വന്നതിന് ശേഷം നല്ല ഒരു ഫോമിലല്ല. അപ്പോൾ ലെഫ്റ്റ് ബാക്കായിട്ട് ഫ്രാങ്ക് ഗാർഷ്യ കളിക്കാനാണ് സാധ്യത. മിഡ്ഫീൽഡിൽ മിക്കവാറും വാൽവർദ്ധയും കമവിംഗയും ഡബിൾ പിവോട്ടായിട്ട് കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ബെല്ലിംഗാം, റോഡ്രിഗോ, എംബാപ്പെ, വിനീഷ്യസ്, ഈ ഒരു മാസ്മരികമായുള്ള താരങ്ങളുടെ ഒരു അണിനിരക്കൽ തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇതിലിപ്പം പെനാൽറ്റി ഒരു പ്രശ്നം തന്നെയാണ്. കാരണം തുടർച്ചയായിട്ട് 2 പെനാൽറ്റികളൊക്കെ മിസ്സാക്കിയിരിക്കുകയാണ് വിനീഷ്യസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എംബാപ്പെ ആയിരിക്കും പെനാൽറ്റി എടുക്കുക. അത് സംബന്ധിച്ച് തീരുമാനമായതാണ് മാർക്കയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ ഒരു അറ്റാക്കിംഗ് നിരയും ആർസനലിൻ്റെ ഒരു മിഡ്ഫീൽഡും തമ്മിലുള്ള ഒരു ബാറ്റിലായിരിക്കും ഒരു പരിധിവരെ ഈ ഒരു മത്സരം എന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് തോമസ് പാട്ടെ സ്റ്റാർട്ടിംഗ് 11 കളിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം പാട്ടയെ പോലുള്ള ഒരു പ്ലെയറെ അത്യാവശ്യമാണ്. കാരണം റയൽ മാഡ്രിഡിൻ്റെ ഒരു അറ്റാക്കിംഗ് നിരയെ തടയണമെങ്കിൽ ഒരു പരിധിവരെ അത്രയും ഒരു സ്ട്രോങ് ആയ ഫിസിക്കൽ ഒരു പ്ലെയർ ആവശ്യമാണെന്ന് തോന്നുന്നു. പിന്നെ നമുക്കറിയാം ഒഡെഗാർഡ് ആണെങ്കിലും പിന്നെ ഡെക്ലാൻ റൈസ് ആണെങ്കിലും ലോകോത്തര സാന്നിധ്യമാണ് അവർക്ക് മിഡ്ഫീൽഡിലുള്ളത്. അപ്പോൾ ആർസനലിൻ്റെ മിഡ്ഫീൽഡ് ഇങ്ങനെ കളി ഡൊമിനേറ്റ് ചെയ്യും. പക്ഷേ ഗോൾ നേടുക എന്നുള്ളതായിരിക്കും ഏറ്റവും വൈറ്റൽ. പലപ്പോഴും റയൽ മാഡ്രിഡ് ഒരു അറ്റാക്കിംഗ് ഗെയിമിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഓൾറെഡി ആൻസലോട്ടി പറഞ്ഞു ഞങ്ങൾ അറ്റാക്കിംഗ് ഫുട്ബോൾ ആയിരിക്കും കാഴ്ചവെക്കുക എന്നുള്ളത്. പക്ഷേ ഡൊമിനേറ്റ് ചെയ്യുക ആർസനലായിരിക്കും. പ്രത്യേകിച്ച് സ്വന്തം ഗ്രൗണ്ടിലാണ്. അവരുടെ ഒരു ശൈലി അനുസരിച്ച് അവർ ഡൊമിനേറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ കൗണ്ടർ അറ്റാക്കുകളെ ശരിക്കും ആർസനൽ ഭയപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഗബ്രിയൽ മെഗലസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം മെഗലസും വില്യം സാലിബയും ചേർന്നുള്ള ആ ഒരു സെൻട്രൽ ബാക്ക് പെയർ ആയിരുന്നു ആർസനലിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ട്രെങ്ത്. ഒരുപക്ഷെ ഈ യൂറോപ്പിലെ ക്ലബ് ഫുട്ബോളിൽ തന്നെ ഏറ്റവും ശക്തരായ ഒരു സെൻട്രൽ ബാക്ക് പെയർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പെയർ ആയിരുന്നു. അപ്പം മെഗലസിൻ്റെ അഭാവം വലിയൊരു തിരിച്ചടി തന്നെയാണ്. അപ്പോൾ അതിന് പകരം കിവിയോറിന് ആ രീതിയിലേക്ക് ഉയർന്നു വരാൻ പറ്റുമോ എന്നുള്ളതാണ്. വില്യം സാലിബയ്ക്കൊപ്പം ആ ജോബ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. പിന്നെയും പ്രശ്നങ്ങളുണ്ട്. കാരണം കലഫിയോറി ഇല്ല, ഹാവർട്സ് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല, ടോമിയാസുവിൻ്റെ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് താരങ്ങൾ പരിക്കേറ്റ് പുറത്തായത് റയൽ മാഡ്രിഡിനെ പോലെ തന്നെ ആർസനലിനും ഒരു പ്രോബ്ലം തന്നെയാണ്. പിന്നെ സാക്കയുടെ ഒരു തിരിച്ചുവരവാണ് ഇതിലൊരു ഗെയിം ചേഞ്ചറായിട്ട് മാറാൻ സാധ്യത. കാരണം കഴിഞ്ഞ 2 മത്സരങ്ങളും സാക്ക കളിച്ചിരുന്നു. അദ്ദേഹം സബ്ബായിട്ട് ഇറങ്ങിയിരുന്നു. പരിക്ക് മാറിയതിന് ശേഷം അദ്ദേഹം തിരിച്ചെത്തി. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് 11 തന്നെ ഇറങ്ങാനാണ് സാധ്യത. അപ്പോൾ സാക്കയുടെ ഒരു സാന്നിധ്യം വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു റിസൾട്ടിലേക്ക് ആർസനലിന് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം സാക്ക ഒരു ഭാഗത്തും മാർട്ടിനെല്ലി
ലെഫ്റ്റ് വിങ്ങിലും മാക്സിമം അറ്റാക്കുകൾ നടത്തുകയാണെങ്കിൽ റയൽ മാഡ്രിഡിനെ കുറച്ചൊന്ന് എക്സ്പോസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അവരുടെ ഡിഫൻസിൻ്റെ ഒരു പ്രോബ്ലമാണ്. കാരണം കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ ഏറ്റവും ഒടുവിലത്തെ മത്സരത്തിൽ 2 ഗോളുകൾ വഴങ്ങി. അതിന് മുമ്പ് സെമിയിൽ 2ാം ലെഗ് സെമി ഉണ്ടായിരുന്നു കോപ്പ ഡെൽ റേയുടെ. ആ ഒരു മത്സരത്തിൽ റയൽ സോസിഡാഡിനെതിരെ 4 ഗോളാണ് കൺസീഡ് ചെയ്തത്. അപ്പോൾ എംബാപ്പെ പോലും ഇതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം ചോദിച്ചൊക്കെ മത്സരത്തിനിടെ നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ റയൽ മാഡ്രിഡിന്റെ ഒരു മാസ്മരികമായ ഒരു താരനിബിഡമായ ഒരു മുന്നേറ്റ നിര അവർക്ക് ഉണ്ടെങ്കിൽ പോലും അവരുടെ ഡിഫൻസിലെ പാളിച്ചകൾ വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഡിഫൻസിനെ നമ്പാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിൽ. റൂഡിഗറിന് അമിത ഒരു ഭാരം ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പിന്നെ ഗോൾ കീപ്പർ എന്നുള്ള രീതിയിൽ തിബോ കോർട്ടുവ തിരിച്ചെത്തുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവായുള്ള കാര്യം. അദ്ദേഹം തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ആഴ്സണലിന് വേറെ ഇപ്പം മിക്കൽ മെറീനൊക്കെ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം കളിക്കുമെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ആര് സ്ട്രൈക്കറുടെ റോൾ അല്ലെങ്കിൽ സെൻറ്റർ ഫോർവേഡ് റോൾ ആര് കളിക്കും, ട്രോസാഡ് ആയിരിക്കുമോ അല്ലെങ്കിൽ മിക്കൽ മെറീന ആണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും ഒരു ആവേശകരമായ പോരാട്ടം തന്നെയായിരിക്കും, ഒരു തുല്യ ശക്തികളുടെ മത്സരം തന്നെയായിരിക്കും. സ്വന്തം ഗ്രൗണ്ടിൽ ആഴ്സണൽ എന്തായാലും ഡൊമിനേറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അത് എത്രത്തോളം റിസൾട്ടിനെ ബാധിക്കും അല്ലെങ്കിൽ റിസൾട്ടിൽ അത് എത്രത്തോളം വരും എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് കാണേണ്ടി വരും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ.